നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിലിപ്പെ കുട്ടീഞ്ഞോ ഫോമിലേക്ക്. ഒരുപാട് ആരാധകർ ഇന്നും ആ പഴയ ലിറ്റിൽ മജീഷ്യൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിലുണ്ട്. കുട്ടീഞ്ഞോ ഇപ്പോൾ പഴയ കുട്ടീഞ്ഞോ അല്ല, അറിയാം. എന്നാലും അദ്ദേഹത്തിൽ നിന്ന് ആ മാജിക്ക് ഇനിയും വന്നാലോ എന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പേർ. അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഫിലിപ്പെ കുട്ടീഞ്ഞോ പുറത്തെടുത്തിരിക്കുന്നത്. ബ്രസീലിയൻ ലീഗിൽ അദ്ദേഹം വാസ്കോക്ക് വേണ്ടി കളിക്കുന്നു. വാസ്കോയും അത്ലറ്റിക്കോ മിനൈറോയും തമ്മിൽ നടന്ന മത്സരം ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വാസ്കോ ഡി ഗാമ വിജയിച്ചു കയറുമ്പോൾ 2 ഗോളുകൾക്ക് പുറകിലും ഫിലിപ്പെ കുട്ടീഞ്ഞോ ഉണ്ടായിരുന്നു. ആദ്യ ഗോൾ നേടിയത് പാബ്ലോ വെഗാറ്റിയാണ്. 52-ാമത്തെ മിനിറ്റിൽ ആ ഗോളിൻ്റെ അസിസ്റ്റ് ഫിലിപ്പെ കുട്ടീഞ്ഞോയുടെ വക. 64-ാമത്തെ മിനിറ്റിൽ കുട്ടീഞ്ഞോ തന്നെ ഗോളടിച്ചു. അങ്ങനെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയമാണ് അത്ലറ്റിക്കോ മിനൈറോക്ക് മേൽ ഇപ്പോൾ വാസ്കോ നേടിയത്. ഈ മത്സരത്തിലെ കുട്ടീഞ്ഞോയുടെ പ്രകടനത്തിൻ്റെ കണക്കുകൾ നോക്കുക. 74 മിനിറ്റാണ് അദ്ദേഹം കളിക്കളത്തിലുണ്ടായിരുന്നത്. 1 ഗോളും 1 അസിസ്റ്റുമായിട്ട് കളിയുടെ വിധി അങ്ങ് നിർണ്ണയിച്ചു. 2 ഷോട്ടുകളാണ് ഉതിർത്തത്. അതിലൊന്ന് ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 38 പാസുകളിൽ 34 അദ്ദേഹം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞാൽ 89% പാസിംഗ് ആക്യുറസി. 3 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ 2 അദ്ദേഹം സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. 2 തവണ അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തി. 8.6 അദ്ദേഹത്തിന് sofascore.com നൽകിയിട്ടുള്ള റേറ്റിംഗ്. ചുരുക്കത്തിൽ കുട്ടീഞ്ഞോ കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് തൻ്റെ ഫോം തിരികെ പിടിക്കുന്നു. ഈ ഒരു സീസണിൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് ബ്രസീലിയൻ ലീഗിലേക്ക് മാറിയിട്ട് അത്ര ഒരു മികച്ച പ്രകടനമല്ല അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. 14 കളികൾ ബ്രസീലിയറോ സിരിയയിൽ കളിച്ചിട്ട് 2 ഗോളുകളും 1 അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് എന്ന് ഓർക്കുക. അതേസമയം കോപ്പ ഡു ബ്രസീലിലെ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ കൂടി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ കോപ്പ ഡു ബ്രസീലിൽ അദ്ദേഹം 3 മത്സരങ്ങൾ കളിച്ചു, 1 ഗോളാണ് നേടിയിട്ടുള്ളത്. എന്തായാലും ഫിലിപ്പെ കുട്ടീഞ്ഞോ എന്ന് പറയുന്ന ലിറ്റിൽ മജീഷ്യൻ ലിവർപൂളിൽ കാണിച്ച വിസ്മയ പ്രകടനങ്ങൾ ആരാധകരുടെ മനസ്സിൽ ഇന്നും പച്ചപിടിച്ച് കിടപ്പുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം FC ബാഴ്സലോണയിലേക്ക് ചേക്കേറിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു റോങ് സ്റ്റെപ്പ്. പിന്നീട് ബാഴ്സയിൽ നിന്ന് ലോണിൽ ബയൺ മ്യൂണിക്കിലൊക്കെ കളിച്ച് അതിനുശേഷം വീണ്ടും ബാഴ്സയിലേക്ക് വന്ന് പിന്നെ വീണ്ടും പ്രീമിയർ ലീഗിൽ മറ്റൊരു ക്ലബിന് കളിച്ച് ഖത്തറി ക്ലബിലേക്ക് പോയി. ഒടുവിൽ ഇപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബിൽ തൻ്റെ ഫോം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഏതായാലും ലിറ്റിൽ മജീഷ്യന് പഴയ ഫോമിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.